അപ്പോൾ എനിവേസ് ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിന്റെ പേര് സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ. അതൊരു ലേറ്റ് സ്റ്റേജ് ക്യാപിറ്റലിസം ആസ് എ ഗെയിമാണ്. അതായത് നമ്മൾ ശരിക്കും പോയി ചെയ്യേണ്ട ജോലി ഗെയിമിൽ ചെയ്യാം. ചൂസ് എ നെയിം ഫോർ എ സ്റ്റോർ. പഴം. ഡിഫിക്കൽട്ടി എത്ര വേണം? നമ്മൾ ഇത്രയും പേരില്ലേ, ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ കള്ളന്മാര് വരും, അതാണ് ഡിഫിക്കൽട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്. അതിന്റെ പേര് തന്നെ സൂപ്പർ മാർക്കറ്റ്. ഞാൻ ആദ്യം പോയി പേര് മാറ്റി. പഴം മാത്രം സ്റ്റോക്ക് ഇരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് അടിപൊളിയാവല്ലേ? എത്ര വെറൈറ്റി പഴം ഉണ്ട് നോക്കണം. പച്ചപ്പഴം, നീലപ്പഴം, മഞ്ഞപ്പഴം, ഞാലിപ്പൂവൻ, റോബസ്റ്റ. ഞാന് കാശ് വാങ്ങാൻ പഠിച്ച് സാധനം നിറക്കാൻ പഠിച്ചു. എല്ലാം ചെയ്യുന്നു നമ്മൾ നോക്ക് കുത്തികൾ. നമ്മളെ ഇരട്ടകളാണ്. മുരട്ട. 4 ഇരട്ടകൾക്ക് എന്താ പറയാ, ചിരട്ടാന്നോ? എന്തായി? തീരുമാനം എന്തായി? എന്താ പണിയെടുക്കാൻ വന്നെയാണ് മുതലാളി. പണിയാ? ഇന്റർവ്യൂ. സ്റ്റാഫ് റൂമിലേക്ക് വന്നു സാർ. എന്താണ് സാർ ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചോളൂ. എന്താണ് പേരെന്താണ്? എന്റെ പേര് ഹംബിൾ സാർ. ഹംബിൾ സാറിന്റെ ക്വാളിഫിക്കേഷൻ എങ്ങനെ? സാർ ഞാൻ ഇതിനു മുന്നേ 10 സൂപ്പർ മാർക്കറ്റിൽ നിന്നിട്ടുണ്ട്. ആ 10 സൂപ്പർ മാർക്കറ്റ് ഇപ്പം വലിയ ഹൈപ്പർ മാർക്കറ്റ് ആണ് സാർ. സാർ ഞാൻ ബിസ്മിയിൽ നിന്നിട്ടുണ്ട്, ലുലുവിൽ നിന്നിട്ടുണ്ട്, സുലുവിൽ നിന്നിട്ടുണ്ട്, അലിഫിൽ നിന്നിട്ടുണ്ട്. അങ്ങനെ പല പല പേരുകൾ മറന്നുപോയി സാർ. ഓക്കെ, അപ്പൊ ഞാൻ ഒരു ടാസ്ക് അത് ചെയ്ത് തീർത്താൽ ഇപ്പൊ തന്നെ ഞാൻ ഹയർ ചെയ്യും. ഓക്കെ സാർ, തരൂ സാർ. അതെ അത് പിടി. ആ മുറിയിലെ ജയിലിന്റെ അകത്തേക്ക് ഒന്ന് പോവോ? ജയിലിന്റെ അകത്തേക്ക് സാർ. എന്നിട്ട് ആ കാണുന്ന കക്കൂസ് ഒന്ന് ക്ലീൻ ചെയ്യണം. സാർ വെള്ളമില്ല. സാർ ഇതാരാണ് സാർ? എറിക് സാറിനെ അറിയില്ല സാർ? ഇല്ല സാർ. എറിക് സാർ ഇവിടുത്തെ മാനേജറാണ് സാർ. മാനേജറോ? സോറി മാനേജർ, ക്ഷമിക്കണം സാർ. അപ്പൊ നമുക്ക് കട തുടങ്ങാം. എന്തുവായിരുന്നു മാനേജർ സാർ? വെൽക്കം ഹംബിൾ ബ്രോ, ഹംബിൾ സാർ. സാർ എന്താ? അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ വന്ന് നോക്കിയാൽ ഇവിടെ ഒന്നും സാധനങ്ങളൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് ഫർണിച്ചർ തുടങ്ങാം. ഫർണിച്ചർ വാങ്ങിയിട്ട് വേണം നമുക്ക് സൂപ്പർ മാർക്കറ്റ് ഓണാക്കാൻ. പറ. ഈ ഏരിയയില് നമുക്ക് കുറച്ച് ട്രാക്സ് വെക്കാം, ഇങ്ങനെ നിരത്തി പിടിച്ച്. ആയിക്കോട്ടെ. അതെ, പുറത്തുനിന്ന് കാണുന്ന രീതിയിൽ. ആയിക്കോട്ടെ. ഈ സൈഡ് മൊത്തം ഞാൻ വെച്ച ഫണ്ട് തീരുവോ? നമ്മുടെ ഫണ്ട് ഉണ്ട്, ആവശ്യത്തിന് ഫണ്ട് ഉണ്ട്. കുറച്ച് സാധനം വാങ്ങാനുള്ള ഫണ്ട് ബാക്കി വെച്ചാൽ മതി. ഓക്കെ സാർ, ഞാൻ ഇവിടെ ഒരെണ്ണം വെച്ചു സാർ. സാർ നമുക്ക് ബില്ലിംഗ് കൗണ്ടർ വെക്കണ്ടേ സാർ? വെക്കണം സാർ. എല്ലാം ഞാൻ തന്നെ ചെയ്യണം സാർ. അതെ സാർ, അതിനാണ് ഞാൻ സാറിനെ ഹയർ ചെയ്തത്. സാർ ആരെന്തൊക്കെയോ ചെയ്യുന്നു സാർ? അത് ഞാനാണ് സാർ. ഞാൻ കുറച്ച് സാധനം അൺലോക്ക് ചെയ്താണ് സാർ. ഇതെങ്ങനെയുണ്ട് സാർ? കൊള്ളാം സാർ. ഓഹോ, ഞാൻ കുറച്ച് സാധനം ഓർഡർ ചെയ്യട്ടെ സാർ? ഓർഡർ ചെയ്യും സാർ. കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് ആണോ സാർ? ആയിക്കോട്ടെ സാർ. സാർ അബോധാവസ്ഥയിലായോ സാർ? ഹംബിൾ സാർ. ഓക്കെ. ഹംബിൾ സാർ ഇവിടെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വെക്കുന്നു സാർ. നമുക്കിത് എല്ലാം വേഗം വെക്കാം. ഇതിന്റെ പ്രൈസ് മാറ്റേണ്ടത് എങ്ങനെയാണ് അറിയോ സാർ? അതിന് നമുക്ക് ടൂൾ എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു സാർ. ഒന്ന് പ്രൈസ് മാറ്റേണ്ടത് നോക്കാവോ? എന്നിട്ട് ഓപ്പൺ ചെയ്യാൻ മതി, അല്ലെ നഷ്ടമാണ് നമുക്ക്. തുടക്കത്തിൽ നമ്മൾ ഒരുപാട് ലാഭം പ്രതീക്ഷിക്കണം. അല്ല, എങ്കിലും നമ്മൾ ഏകദേശം പഠിച്ചു വരണല്ലോ. അപ്പൊ ഞാൻ നോക്കട്ടെ. നോക്കാം, നമുക്കത് ചെക്ക് ചെയ്യാം. ആയിക്കോട്ടെ. സാധനം ലോഡ് ചെയ്താ അവിടെ? സാധനം നിങ്ങൾ ഡയറക്റ്റ് കൊണ്ടുപോയി അവിടെ കയറ്റുവാണ്, ആ പെട്ടി എടുത്ത്? അതാ? അതെ. അങ്ങനെ കയറ്റാൻ പറ്റൂല്ലേ? ഞാൻ മറ്റേ ട്രേ എടുത്ത് കയറ്റിക്കൊണ്ടിരുന്നത്. അതിന്റെ ആവശ്യമില്ല, അതൊക്കെ നഷ്ടം. ഇപ്പൊ സെറ്റ് ആണ്. സാധനങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് പ്രൈസിംഗ്. പ്രോഫിറ്റ് ആക്കിയിട്ട് പറ്റിക്കാണല്ലോ. അതാണ് പ്രൈസ് ഇടുന്നത്. ഇത് തന്നെയോ? ഈ തോക്ക് പോലെ കട തുറക്കാതെ ഫണ്ട് വരത്തില്ലേ?
ആരാ കട ഓപ്പൺ ചെയ്ത ആൾക്കാർ കയറി തുടങ്ങി സാധനം ഉണ്ട്. ഞാൻ ബില്ലടിക്കായിരിക്കാം കേട്ടാ. ആയിരുന്നു. അല്ല ഇത് mainly നമ്മുടെ സാധനത്തിന് മാർക്കറ്റ് പ്രൈസിലും കുറവാണ്. പൈസ നമുക്ക് നഷ്ടമാണ് ഈ സാധനം ഇപ്പൊ വിറ്റാ. ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. നമ്മള് കൗണ്ടർ ബില്ലിംഗ് കൗണ്ടർ തിരിച്ചാ ഇട്ടത്. അവിടെ ഒന്ന് കടയെന്ന് പറഞ്ഞ ഒരു മിനിറ്റ്. ആരാണ് ഈ കട തുറന്നത്? കട തുറന്നതാരാ? ഞാൻ തന്നെ. അതെ ഇതില് ആദ്യം ഈ സ്റ്റോറെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഓർഡർ ചെയ്യണം. ഓർഡർ ചെയ്ത സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ട് പിന്നെ അതിന്റെ പൈസ മാറ്റിയിട്ട് വേണം ഷോപ്പ് ഓപ്പൺ ആക്കാൻ. അത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ കേൾക്കത്തില്ല എല്ലാവരും. ഓപ്പൺ ചെയ്ത പഴംപൊരി സാർ കൊറേ പറ ഹണി സീരിയൽസ് തപ്പുന്നു. ഹണി സീരിയൽ ഇല്ലാന്ന് പറയുന്നത്. പ്രൊഡക്റ്റിന്റെ അത് പോയി ക്ലിക്ക് ചെയ്ത പ്രൈസ് മാറ്റാം. പ്രൊഡക്റ്റിന്റെ അവിടെ പോയാൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ മനസ്സിലായി അമ്പിൾ സാർ മനസ്സിലായി. നമുക്കൊരു 2.5 രൂപ കുറച്ച് വില കൂട്ടിയിടാം. അല്ല മാറ്റിക്കത് ഇവന്മാര് കടയിലെ സാധനമൊക്കെ ഇപ്പൊ തീർക്കും. നല്ല പരിപാടി. സാർ അടുത്ത ഓർഡർ ചെയ്യാൻ പാടില്ലായിരുന്നു. നമുക്ക് ഇത് ഇച്ചിരി ഈസി ആവാൻ വേണ്ടി ഞാനെല്ലാം 50ൻ്റെ അകത്തൊക്കെ ഇടുന്നത്. കാർഡ് വരുന്ന പറയുന്ന ഒരു 18% ടാക്സ് ഞാൻ എക്സ്ട്രാ വാങ്ങിക്കും. കാർഡ് പർച്ചേസ് ഒന്നും അത്ര അലോഡല്ല. എനിക്ക് കാശ് വേണം. പൈസ കൊണ്ട് അടുത്താണ് വരാവുള്ളൂ ചേച്ചി. താങ്ക് യു മാഡം. ഒടുക്കത്തെ തിരക്കായല്ലോ. ആയോ ഞാൻ പിന്നെ എല്ലാരും സെൽഫ് ചെക്കൗട്ട് ചെയ്ത് പോകും. സെൽഫ് ചെക്കൗട്ട് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ട് സാർ. അത് സാധനം ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഉപ്പ് കറി വെച്ചോണ്ടിരിക്കുമ്പോ ഉപ്പ് തീർന്നെന്ന് തോന്നുന്നു. അമ്മച്ചി ഉപ്പ് വാങ്ങാൻ വേണ്ടി വന്നേ. താങ്ക് യു മാഡം. ഇപ്പൊ എല്ലാത്തിനും പ്രൈസ് അടിപൊളി പ്രൈസ് ആയില്ലേ? 2, 3 ഈസി ആയിട്ടുള്ള പ്രൈസ് ആയില്ലേ? ആരേലും വില കൂടുതലാന്ന് പറഞ്ഞ് പോകുന്നുണ്ടാന്ന് നോക്കിക്കോണം. അതൊന്നും ഇവിടെ പ്രസക്തി ഇല്ല. എല്ലാവർക്കും ചീസാണ് വേണ്ടത്. ഇന്ത്യകള് ഫ്രൂട്ട്, യോഗേർട്ട്, ചീസ്, സുഗർ കട കൊടുത്ത് അങ്ങോട്ട് വാങ്ങിച്ചു വെക്കല്ലേ. ഇല്ല ഇപ്പൊ ഒന്നും വെക്കത്തില്ല. ടു എക്സ്പെൻസീവ് എന്ന് പറയുന്നുണ്ട്. ഏതാ സാധനം ഏതാ? കളിക്കുന്ന ടൈമാണ് ഞാൻ. ലൈവ് നൈസാണ്. കീപ് ഗോയിങ്. ഏതാ ബ്രോ. മൈക്കും ഓഡിയോ ഇതിനകത്തുള്ള സാധനങ്ങളാ? എനിക്ക് $3 ആയിരിക്കും തോന്നുന്നു. 3 ഉള്ളത് നമുക്കൊരു 2.5 ആക്കാൻ. ആ സാധനം എടുത്താ മാത്രം മതി. I haven't found this yogurt, milk brick, honey. എനിക്ക് ഇൻട്രസ്റ്റ് പറ്റുന്നില്ല. പുറത്ത് പോകാൻ സാധനത്തിൽ നിക്ക്. ഒരു കുപ്പിയും കൂടി ഇരിക്കുന്നു. അതിൽ നിക്ക്. 2 സാധനം കൂടെ ഉള്ളിയാ. ഇതൊന്നും വാങ്ങിച്ചോട്ട് പോടേ. പൊറോട്ട അടിക്കാൻ നല്ല ശുദ്ധമായ പൊറോട്ട പൊടി. പോയി. അതും പോയേ. കഴിഞ്ഞോ? അപ്പൊ ക്ലോസ് ചെയ്യ്. അതൊന്നില്ല. അയ്യോ ഞങ്ങൾക്കൊന്നും നിക്കാൻ പറ്റത്തില്ല. നീ ഒന്ന് നിക്ക്. End of working day. Okay. Finally we finished the day 1 guys. Total customers 100 പേരല്ലേ നോക്കിക്കേ. ഫസ്റ്റ് ഡേ 100 പേര്. എടാ നോക്കട്ടെ. പറ്റുന്നുണ്ടോ? ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കൂടി പവർ ഹൗസ് എടുക്കാൻ പറ്റുന്നില്ലല്ലോ ഈ സാമാനം. പറ്റുന്നുണ്ട്. ഇല്ല ഓപ്പൺ ചെയ്തല്ലോ. ആ തെറ്റ് ഞാൻ ചെയ്തു. അയ്യോ നമുക്ക് ലോൺ എടുക്കേണ്ടി വരുമല്ലോ സാധനം വാങ്ങണേല്. ഞാൻ ഒരു 2000 ലോൺ വാങ്ങട്ടെ? ലോൺ എടുത്തു ധൈര്യമായിട്ട്. എനിക്കൊരു 1000 തരണേ. അതില് ഡെയിലി 200 സംതിങ് വെച്ച് 700 സംതിങ് വെച്ച് കൊടുക്കണം. എന്താടാ വിലയുടെ സംഭവം? മറ്റേ സാധനം വെച്ചിട്ട് 2.50. ഇത് മാറ്റണ്ടല്ലോ ഇരിക്കുന്ന അവിടെ. ഇല്ല ഇപ്പൊ ഉള്ള എല്ലാം കറക്റ്റ് പ്രൈസാ. എടാ അപ്പൊ സാധനം ഓർഡർ ചെയ്യട്ടാ. ലോൺ അപ്രൂവ് ആയ മുത്തൂറ്റാണ്. ലോൺ അപ്രൂവ് സാധനം എല്ലാത്തിനും പ്രൈസ് ഇല്ല. പിന്നെ മിൽക്ക് പ്രോഡക്റ്റ് ഒക്കെ മറ്റേ ഇതിനകത്ത് വെക്കണേ. ഫ്രിഡ്ജില് ചീസൊക്കെ അതിനകത്ത് ഫ്രിഡ്ജിനകത്തായിരിക്കും. ചീസ് ഫ്രിഡ്ജിലാണ്. ആ ചിഹ്നമുണ്ട്. അല്ലല്ല ഇവിടെ വെക്കാം. അല്ല മിൽക്ക് മറ്റേ മിൽക്ക് ഇവിടെയാണ്.
റൂം കണ്ടെയ്നർ ടൈപ്പ് എന്നാ ആ അപ്പൊ മറ്റേതില്ല ട്രാക്കിൽ തന്നെ ആയിരിക്കും അല്ലേ? ഓ അതിനും റോങ് കണ്ടെയ്നർ. അപ്പൊ എന്തോ വാങ്ങണം നമ്മള്. ഇല്ല മിൽക്ക് ഇവിടെ പോകണ്ടല്ലോ. മിൽക്ക് അല്ല, ചീസ്. ചീസിന്റെ അപ്പൊ വേറെ എന്തെങ്കിലും ഉണ്ടാവും. ഡബിൾ ഫ്രിഡ്ജ് അവിടെ ഉണ്ട്. ബേസിക് ഫ്രിഡ്ജ് ആയിരിക്കത്തില്ല. സ്റ്റാൻഡിങ് ഫ്രീസർ അതായിരിക്കും മിക്കവാറും. ഇവിടെ ഫണ്ടില്ലെന്നടാ. പണ്ടുണ്ട് 680 രൂപ. 1400 രൂപയാണ് ആശെ ഫ്രിഡ്ജിന്. ചിലപ്പോ ആ ഫ്രിഡ്ജ് ആയിരിക്കും. ബാക്കി 2 ഫ്രിഡ്ജ് നമുക്കുണ്ട്. അതിൽ 2 ഇരിക്കുന്നില്ല അളിയ. ആണോ? എന്നാ പിന്നെ അത് പുറത്ത് വെച്ച കേടാവാ നോക്കണേ. ആ അത് പ്രശ്നമാവുമല്ലോ അളിയ. അല്ല നമ്മുടെ കയ്യിൽ സാധനം വാങ്ങാൻ പൈസ ഇല്ല. ഞാൻ ഒരു ലോൺ കൂടി എടുക്കട്ടെ. എടാ ആദ്യം കുറച്ച് പൈസ വെച്ചാ യോഗട്ടൊക്കെ വെക്കാൻ പറ്റിയൊരു ട്രാക്ക് ഫിറ്റ് ചെയ്യട്ടെ. അത് അതിനാണ് പറഞ്ഞത്. യോഗട്ട് വെക്കാനുള്ള ട്രാക്ക് വാങ്ങാൻ ലോൺ എടുക്കട്ടെ എന്ന് ചോദിച്ചത്. എടാ ഇതൊന്നും ഇരിക്കുന്നില്ലടാ. ഞാൻ എടുക്കുന്ന സാധനം ഒന്നും ട്രാക്ക് ഇരിക്കുന്നില്ലടാ. ആയിരിക്കില്ല, നമുക്ക് എക്സ്ട്രാ ട്രാക്ക് വേണം. ലോൺ എടുക്കാം. ഒരു സെക്കൻഡ് എന്റെ മുന്നിൽ കൂടെ നടക്കല്ലേ. ഞാൻ എടുക്കാം ലോൺ. ലോൺ എടുക്കുന്നു. കൂലി പവർ ഹൗസ്. അയ്യോ ഓൾറെഡി ലോൺ എടുത്തിരിക്കുന്നുണ്ടോ? ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ കട തുറക്കും. ഉള്ള സാധനം വിറ്റിട്ട് പൈസ ഉണ്ടാക്കാം. ഞാൻ ബില്ലടിക്കാം. കട തുറന്ന് കേറിക്കോ. നിനക്ക് കുറച്ച് കുനിഞ്ഞിരുത്തം കൂടുന്നുണ്ട് കേട്ടാ. ചൂലെടുത്ത് മാറ്റാ അവിടുന്ന്. കസ്റ്റമർ തട്ടി വീഴൂലേ? സോറി കടയിലെ ആൾക്കാരെ മാനേജറെ പിരിച്ചുവിടേണ്ടി വരും. ഞാൻ എന്തെങ്കിലും സാധനം സെയിലിട്ടെ. മാനേജറെ പിടിച്ചാ ജയിലിലിടാവോ? മാനേജർ അല്ല ചൂലെടുത്ത്. സാർ എന്തെങ്കിലും വേണോ? മിന്റ് ഉണ്ടല്ലോ. മിന്റ് എവിടെ ഉണ്ട്? നമ്മുടെ സ്പെഷ്യൽ റൈസ് ആണ് സാർ. സ്പെഷ്യൽ റൈസ് ആണ്. ബില്ലടിക്കാനാടാ നിനക്ക്? അടിച്ചോ ചേട്ടാ. ഞാൻ ഫ്രണ്ടിലൊരു സിനിമാ തിയേറ്റർ ഉണ്ട് കേട്ടാ. കോസ്റ്റ് ടവലെന്ന് സോസ് കൊറേ സിനിമ ഓടുന്നുണ്ട്. കടയിൽ വേറെ ലൈറ്റ് കത്തുന്നില്ല ചേട്ടാ. പഴം കറുത്ത കളറായില്ലോ. പഴം അല്ല സ്റ്റാൻഡിങ് ഫ്രീസർ. നമ്മുടെ ഡബിൾ ഫ്രിഡ്ജ് ഇല്ലല്ലോ നമ്മുടെ അടുത്ത്. ഒരു ബേസിക് ഫ്രിഡ്ജ് വാങ്ങിയായിരുന്നു നമ്മള്. ഇല്ലല്ലോ. നോക്കട്ടെ, പേര് നോക്കട്ടെ. വെയിറ്റ് ചെയ്യ. ബേസിക് ഫ്രിഡ്ജാ നോക്കട്ടെ. ബേസിക് ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ടില്ല. അത് വാങ്ങിക്കെങ്കിൽ അതായിരിക്കണം. അത് വാങ്ങിച്ചു. ഇതോടെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇത് പറ്റുന്നില്ലേ? ഓക്കെ, ഞാൻ ഹമ്പിൾ വെച്ചോ. ഞാൻ റൈസ് മാറ്റി പോകും. നോട്ട് ഇനഫ് ഉണ്ടോ? റൈറ്റ് ഒന്ന് ഇടണേ. ഇതിന്റെ സാധനം എടുക്കുന്നേ. നോട്ട് ഇനഫ് ഉണ്ടായ ആ ട്രാക്കിന് വില കൂടുതലാണോ? നമുക്ക് ഇന്ന് ഇത് കൊടുക്കേണ്ടതാണ്. ലോൺ കൊടുക്കേണ്ടതാ. നാളെ കൊടുക്കാം. ഈ അമ്മമാരെന്തിനീ പട്ടം കയറിയിരിക്കുന്നത്? മാറിക്കാം. ഈ തെണ്ടിയുടെ മുന്നിൽ കൂടെ നടക്കുമ്പോൾ എന്റെ പ്രൈസ് പോകും. ഞാൻ സെറ്റാക്കി കൊണ്ടുവയ്ക്കുന്ന പ്രൈസ് മാറും. അതാണ് ഉമ്മരെ കൊണ്ട് വല്ലാത്ത ശല്യം. എന്നോട് ഒതുങ്ങിയെന്നൂടെ? ഇവിടെ ഏണിയുണ്ട് കേട്ടോ. അതെന്തിനാണോ? നമ്മുടെ തലയുടെ മുകളിൽ കൂടെ സാധനം വെക്കാൻ. ട്രാക്ക് വാങ്ങാൻ പൈസ ആയിട്ടുണ്ട്. ഒരു ട്രാക്ക് വാങ്ങില്ലേ. എടാ ഒരു ബില്ലിംഗ് കൗണ്ടറും കൂടെ വാങ്ങിച്ചു വെക്കട്ടെ. അത് നല്ലൊരു തീരുമാനമാണ്. 1000 രൂപയാണ് ബില്ലിംഗ് കൗണ്ടർ. എന്നാ വാങ്ങല്ലേ. എറിക്ക് പറഞ്ഞ സൈലന്റ് ആയി പോയല്ലേ പെട്ടെന്ന്. എറിക്ക് ഫുൾ കോൺസെൻട്രേഷൻ ഇരിക്കുക. ഞാൻ ബില്ലടിക്കാൻ. ഹമ്പിള് 2 രൂപ. രണ്ടുപേരും സ്റ്റെക്കായി പോടാ. അവരെ തല്ലി ഓടിച്ചേടാ അവിടുന്ന്. ഇറങ്ങി പോവാത്ത സാധനവും വാങ്ങിക്കത്തില്ല. ചൂലെടുത്തോണ്ടാ. രണ്ടടിച്ചാടാ. കടയടക്കാൻ പോ. ഇവന്മാരെ ഇറങ്ങത്തില്ലെന്ന്. അതിന് കടയടച്ചു.
രാത്രിയായില്ലേ? രാത്രി രാത്രി ഇനി നമുക്ക് സാധനം മറ്റേ തീർന്നില്ലേ? സെയിൽ സെറ്റ് ആക്കണം, സെയിൽ സെറ്റ് ആക്കണം. ഇതൊക്കെ എപ്പോ വിളിയാ? എങ്ങനെയുണ്ട്? ഓ എല്ലാരും കൊള്ളാം, കൊള്ളാം. അപ്പൊ ലൈറ്റേഷ് ഇവിടെ വാ, ഹമ്പിള ഹമ്പിള ഇവിടെ വാ, ഹമ്പിള ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ ഇതില് നമ്മൾ ബാങ്ക് ലോൺ കൊടുക്കാനുള്ള സമയമുണ്ട്. ഇലക്ട്രീഷ്യന് പൈസ കൊടുക്കാൻ അതിപ്പോ ലൈറ്റ് പറ്റിയതില്ല അതിന്റെ 72,720 രൂപയാണ്. ആ നമ്മുടെ അടുത്ത് ഒരു 10 രൂപ ബാക്കിയുണ്ട്. അയ്യോ, അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, കട തുറക്കണമല്ലോ. കട തുറക്കേണ്ടി വരും. ഇത് കൊടുത്തിട്ട് തുറക്കണോ അതോ തുറന്നേക്കാം? കൊടുക്കട്ടെ അപ്പൊ? പൈസ വരുന്നു. ആ തുറക്കട്ടെ ഞാൻ. ആ ഓപ്പൺ 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 ഓപ്പൺ. ബില്ലടിക്കാൻ അടിക്കാൻ ബില്ല്. വേറെ പണിയൊന്നും ഇല്ലല്ലോ ഇവിടെ. ഹലോ ആ ഇതാര്? സ്റ്റാഫിന് ആവശ്യമുണ്ട്, വേഗം വാ. വേഗം വാ, വേഗം വാ. ആ ഇവൻ വരുമ്പോ ഒരു 1000 രൂപ കിട്ടുമല്ലോ. ശരിയാ ശരിയാ, ആ അത് ശരിയാണ്. അപ്പൊ നമ്മള് വേഗം വാ, വേഗം വാ, വേഗം വാ, വേഗം. കം ടു ഡാഡി. ഇറിക്ക് കസ്റ്റമറെ ഓടിക്കുക കേട്ടാ. നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്ക. അവന്മാരൊന്നും പേടിക്കുന്നില്ല. എനിക്കൊരു ദേഷ്യം പിടിച്ചു. രണ്ടാണ് എന്തൊരു വേണമെങ്കിൽ പോയി. അടങ്ങിയില്ല, അവിടെ സാധനം നോക്കളേ. ഇന്റർവ്യൂ സ്റ്റാഫിലോട്ട് വരണം. താങ്കളുടെ വീട് എവിടെയാണ്? എന്റെ വീട് താങ്കളുടെ പടിഞ്ഞാറ് എവിടെയാണ്? പടിഞ്ഞാറ് പറയാ. ആ. പേരെന്താണ് താങ്കളുടെ? എന്റെ പേര് പ്രഭാകരൻ. വയസ്സ് എത്രയാ? വയസ്സ് 26. Previous മോളുന്നൊരു experience. വെളിച്ചം. അത് ലൈറ്റ് ഇട്ടാണ് സാർ, ലൈറ്റ് ഇട്ടാണ്. അറിവിന്റെ വെളിച്ചമാണോ? അറിവിന്റെ അല്ല, ചോദിക്കുന്നതിന് ഉത്തരം പറയാ നീ. പറഞ്ഞോ. പ്രീവിയസ് എക്സ്പീരിയൻസ് പറയാ. സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യാനുള്ള എന്റെ എക്സ്പീരിയൻസ്. പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ ഫ്രഷറാണ്. ഫ്രഷറിന് എന്തൊക്കെ ജോലി Task ചെയ്യാൻ കൊടുക്കാൻ പറ്റും? സാറിന്റെ മോന്ത എന്തോ ഒരു സൈഡ് ചെളുങ്ങിയിരിക്കുന്നേ. അത് ഞങ്ങളെ ബോഡി ഷേമിങ് ചെയ്യണടാ, ബോഡി ഷേമിങ് ചെയ്യണം. ഇവിടെ ഇത് കണ്ട, ഇത് ആ ഇടിമുറിയാണ്. ഇപ്പൊ മനസ്സിലായി എന്താ ചെരിഞ്ഞിരിക്കുന്നതെന്ന്. കുഴപ്പമില്ല. ഇത് മൂത്ര വയ്ക്കുന്ന സാധനമാണ്. എടാ അത് സാധനം കൊടുത്തേ. ഇന്ത്യയില് സാധനം ഉണ്ട്, അവന്റെ സാധനം വേണ്ട എനിക്ക് മൂത്ര വയ്ക്കാൻ. അത് അറിയാതെ അടിച്ചതാ. കൊണ്ടതാ. എടുത്ത് പൊക്കി പിടിക്കുമ്പോളേ ബാക്ക് സൈഡ് കൊണ്ടതാ. അതിന്റെ അടിച്ചതല്ല. പോയി തൂക്കടാ, അതാ ക്ലോസറ്റ് പോയി തൂത്തടാ. എക്സ്പീരിയൻസ് എങ്ങനെ എക്സ്പീരിയൻസ്. തൂക്കുന്നേ? ആ കൊള്ളാം 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 കൊള്ളാം. എക്സ്പീരിയൻസ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. അനക്ക് നമ്മള് പണ്ടേ ബെസ്റ്റ് ആണ്. ഓ അപ്രൂവ്ഡ് അല്ലേ? അപ്രൂവ്ഡ് അപ്രൂവ്ഡ് അപ്രൂവ്ഡ്. കടയിലോട്ടുണ്ടോ? പറഞ്ഞു കൊടുക്കാം. സാറിന്റെ പേരെന്തായിരുന്നു പറഞ്ഞു? സാറാ അല്ലടാ, എന്റെ പേരെന്താ എന്റെ? എന്താ മാനേജർ ബ്ലാക്ക് ബോർഡ്? അതൊക്കെ മാനേജർക്കുള്ള. ഇല്ല, ഇവിടെ ആരാ മാനേജർ? ആരാ? ഞാൻ ഒറ്റയ്ക്ക് തൂക്കണം ഇത് മൊത്തം. ഇല്ല, നിങ്ങക്ക് വേറൊരു സാധനം തരാം, വേറൊരു സാധനം തരാം. പാറ്റിന് ഇമ്പോർട്ട് ചെയ്യണം ഇനി. മോശ ഒരു ദിവസം നമ്മള് കട അവധി കൊടുത്തു കേട്ടാ. കിട്ടി. അതെന്തിനാന്നറിയാ? കട തല്ലി പൊളിക്കാൻ വേണ്ടിട്ടുള്ളത്. എൻഡ് ഓഫ് വർക്കിംഗ് ഡേ. ഇന്നത്തെ പണി കഴിഞ്ഞ് ഇനി നാളെ നമുക്ക് പണിയെടുക്കാം. നമ്മളെ ആരാണ് കൊതിയാവുന്നുണ്ട്, പക്ഷെ നമുക്കിപ്പോ ലോൺ അടക്കാനുള്ള സമയം പറയും. മാനേജറെ തല്ലുന്നടാ പുതിയ സ്റ്റാഫ്. സാറേ അത് തുടക്കുന്ന സമയത്ത് ബാക്കിൽ വന്നാ പിന്നെ എങ്ങനെയാ തല്ലു? അതിന്റെ വടി കൊള്ളൂലേ? മാറിക്ക അവിടുന്ന്. മുന്നിൽ ഓടി വന്ന എന്നെ തല്ലിയിട്ട് തന്നെ ഒരു 2 ചൂല് തല്ലിട്ട്. ഞാൻ സാറെ തുടച്ചോണ്ടിരിക്കുവല്ലേ, കണ്ണ് കാണുന്നില്ലേ? ഹലോ, കണ്ണ് കാണുന്നില്ലേ? പഴമൊന്നും കിട്ടിയ പഴം ഇതുവരെയായിട്ട് നമുക്ക് വെക്കാൻ ഓ പറ്റില്ല. ശരിയാണല്ലോ, ഓർഡർ കൊടുക്കാനില്ല, നമ്മുടെ അടുത്ത് പൈസ ഇല്ല, നമുക്ക് ലോൺ അടക്കാനുള്ള പൈസ ഇല്ല. കടവുള്ള സൂപ്പർ മാർക്കറ്റിലാണോ ഞാൻ വന്ന് കയറിയേ? കട ഒന്നും നീ നോക്കണ്ട, അതൊക്കെ ഇവിടെ മുതലാളിമാരുണ്ട് നോക്കാൻ. നോക്കിയാണ് ഈ ഗതി എത്തി തോന്നുന്നുണ്ട്. ഞങ്ങളത് ഇപ്പൊ ഇതൊക്കെ കൂടെ തൂക്കി വിറ്റാൽ തന്നെ ഞങ്ങൾക്ക് പൈസ കിട്ടും. ഞങ്ങളത് ചെയ്യാത്തല്ലേ. പൈസ വാങ്ങിയിട്ട് ഒരു കൊട്ടും കൊടുത്താ വിടുന്നത്. ഡേണ്ടി അപ്പൊ എമൗണ്ട് അറിയാൻ പറ്റൂല.
കുഴഞ്ഞേ ഞാൻ പോന്നേ. മൈനസ് കുറവാണ് ഇല്ല മൈനസ് പക്ഷെ ഇൻകം ഇല്ല. ഇൻകം 3237 137 രൂപ കള്ളന്മാരെടുത്തോണ്ട് പോയി.